ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് 24 ലഭിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ താൽപര്യം മാത്രമെന്ന് കരുതാൻ കഴിയില്ല എന്നും ബോർഡിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് സംശയിക്കുന്നതായും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് ഉത്തരവ് സെക്രട്ടറി എസ് ജയശ്രീ തിരുത്തിയതിന്റെ രേഖകളും 24 ലഭിച്ചു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാനാണ് ഉത്തരവ് തിരുത്തിയത്. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും സ്വർണം പൂശാമെന്ന വാഗ്ദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നുവെന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ ബോധപൂർവം ചെമ്പുപാളി എന്ന രേഖ തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശുപാർശ നൽകി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ഉത്തരവ് തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള ആർ ജി രാധാകൃഷ്ണൻ, വി എസ് രാജേന്ദ്ര പ്രസാദ്, കെ രാജേന്ദ്രൻ നായർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശുപാർശയുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സ്പോൺസർമാർക്ക് വേണ്ടി ഇടനിലനിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവും ഇന്ന് പുറത്തുവന്നു. ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല. എന്നാൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് വെറുതെ അങ്ങ് കൈകഴുകാനാവില്ല. പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. എന്നാൽ അതേസമയം കൊള്ളയിൽ പങ്കില്ല എന്നും തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചു. നിയമവിരുദ്ധമായ ആചാരവിരുദ്ധമായ ഒന്നും നടന്നിട്ടില്ല എന്നും എ പത്മകുമാർ കൂട്ടിച്ചേർത്തു. അങ്ങനൊരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനൊരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത്. സലിം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം, 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഈ ക്രമക്കേടിൽ വലിയ പങ്കുണ്ട്, അവരറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് കൃത്യമായി വ്യക്തമാവുന്ന തെളിവുകൾ ഇന്ന് പുറത്തു വന്നു. 24 തന്നെ അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. യോഗ തീരുമാനങ്ങൾ തിരുത്തപ്പെടുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെ പ്രസിഡന്റ് പത്മകുമാർ പറയുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിയമവിരുദ്ധമായി ആചാരവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടെ എ പത്മകുമാർ ഇപ്പോഴും പറയുന്നത്? പ്രജിൻ, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, ആചാരവിരുദ്ധമായി പലതും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് ഏതെങ്കിലും നിലയിലുള്ള പുറത്തുനിന്നുള്ള ഏജൻസി അല്ല അത് കണ്ടെത്തിയത്. ദേവസ്വത്തിൻ്റെ തന്നെ വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് 24 എന്ന് പുറത്തുവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിവാദമുണ്ടായതിന് പിന്നാലെ ആദ്യ ദിവസം മുതൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ, അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ, ഒപ്പം തന്നെ നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ പറഞ്ഞിരുന്ന, സർക്കാരും പറഞ്ഞിരുന്ന പ്രതിരോധം ഏതെങ്കിലും നിലയിലുള്ള ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിലെ ആദ്യ ദിവസം മുതൽ നടത്തുന്ന പ്രതിരോധം ഇനി മുതൽ അങ്ങോട്ട് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോഴും ഈ ഏതെങ്കിലും നിലയിലുള്ള ആചാരവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി വ്യക്തവുമല്ല. എന്തായാലും കടുത്ത ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട അന്നത്തെ അംഗങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഈ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട സഹായം ചെയ്യാൻ അന്നത്തെ ബോർഡ് അംഗങ്ങൾ കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ബോർഡ് അംഗങ്ങളുടെയും ഈ അധികാരികളുടെ താല്പര്യവും കാണാതിരിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല എന്ന വാചകമാണ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേസെടുത്തുള്ള അന്വേഷണം തന്നെ വേണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. 2019 ദേവസ്വം ബോർഡ്
അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് വരുമ്പോഴും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആ കാലത്തെ പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.